കഞ്ചാവ് ഇട്ട് കഞ്ചാവ് ചെറിയ എരിവുണ്ടാവേ. ഇവിടുത്തെ കാറ്റടിക്കുന്ന എന്തായിരുന്നു ഏറ്റവും വേഗതയിൽ കാറ്റടിക്കുന്ന. ഹലോ ഗൈസ്, സോ വെൽക്കം ടു ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ട്രക്കിംഗ് വീഡിയോ. സോ ഇപ്പൊ നമ്മൾ പോകാൻ പോകുന്നത് ആമപ്പാറ കേവിലാണ് ഗൈസ്. സോ ഇതൊരു റോക്കാണ് ബേസിക്കലി. സോ ആമയുടെ ഷേപ്പിലുള്ള ഒരു റോക്കാണ് ഗൈസ്. സോ അതിന്റെ ഉള്ളിലൂടെ നമ്മള് നടന്നും ചരിഞ്ഞും കിടന്നും അവസാനം ഇഴഞ്ഞു വരെയാണ് പോയത്. സോ അതിന്റെ വീഡിയോ ആണ് ഗൈസ് ഇതിലുള്ളത്. ഭയങ്കര കാറ്റാണ് അവിടെ, അടിപൊളി വെതർ ആയിരുന്നു. സോ ഫസ്റ്റ് നമ്മൾ ഇതുപോലെ ചരിഞ്ഞു വേണം അതുവഴി ഇറങ്ങി വരാനായിട്ട്. കാറ്റുകൊണ്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഗൈസ്. തലമുടിയൊക്കെ ഭയങ്കരമായിട്ട് പറക്കുന്നുണ്ട്, നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാവുമല്ലോ അല്ലെ. സോ നമ്മൾ തൊപ്പിയൊക്കെ വെച്ചിട്ട് പോവുകയാണെങ്കിൽ എല്ലാം പറന്നു പോവും. സോ എന്റെ തൊപ്പിയെല്ലാം പോയിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാനത് പറക്കിയൊക്കെ എടുക്കുമായിരുന്നു. ആദ്യം നമ്മൾ ഇതുവഴി ഇങ്ങനെ ചരിഞ്ഞാണ് ഇറങ്ങി വരേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് ഗൈസ് റിയൽ ടാസ്ക് തുടങ്ങുന്നത്. പകുതി ഞങ്ങൾ പാട്ട് പാടാം, പകുതി നീ ആഡ് ചെയ്തോ പാട്ട്. ഓക്കെ അടുത്ത ആൾക്കാർ വരുന്നുണ്ട്. സുഭാഷ് ഒന്ന് രണ്ട് പിള്ളേരെ കൊച്ചുങ്ങളെ ആയിട്ടുണ്ട്. Oh my goodness. It's nice. അടുത്ത അയ്യോ വരുന്നു. ഇവിടുത്തെ കാറ്റടിക്കുന്ന എന്തായിരുന്നു ഏറ്റവും വേഗതയിൽ കാറ്റടിക്കുന്ന. തൊപ്പി മറന്നുപോയി ഗൈസ്, കണ്ണാടി എല്ലാം അവസാനം കിട്ടി. നോക്കിയോ ഗൈസ്, ഇതുവഴിയാണ് നമ്മളിപ്പോ കയറി പൊക്കോണ്ടിരിക്കുന്നത്. താഴെ ഇങ്ങനത്തെ ഒരു ആംബിയൻസ് ആണ് ഗൈസ്. സോ ഇവിടെ നിന്നാണ് ഗൈസ് ശരിക്കും ചാലഞ്ച് തുടങ്ങിയത്. നമ്മൾ ഇരുന്നിട്ട് ഇങ്ങനെ നീങ്ങി നീങ്ങി വേണം പോവാൻ. താഴെ നമുക്ക് ഭയങ്കര ആഴമുള്ള ഒരു ഇതുപോലെ കൊക്ക പോലെയാണ് ഗൈസ്. അപ്പോ അവിടെ വീണ് കഴിഞ്ഞാൽ പല്ലൊക്കെ പോവും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് വേണം നമ്മൾ പോവാൻ. ഭയങ്കര രസമുണ്ടായിരുന്നു, കാറ്റും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അഡ്വഞ്ചറസ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഗൈസ്. നമുക്ക് തലയൊന്നും നിവർത്താൻ പറ്റത്തില്ല, തല ഇങ്ങനെ മുട്ടി മുട്ടിയാണ് നിൽക്കുന്നത്. സോ സോ ഗൈസ്, ഇതായിരുന്നു ഫൈനൽ എൻഡിങ്. ലാസ്റ്റ് പോർഷൻ ഇതാണ് ആ പാറയുടെ. നമ്മൾ ഇങ്ങനെയാണ് ഇവിടുന്ന് ഇറങ്ങി വരുന്നത്. അതായത് നമ്മളിങ്ങനെ
കിടന്നാണ് ഇതുവഴി ഇറങ്ങി വരേണ്ടത്. അത് അത്രയ്ക്കുള്ള സ്പേസ് ഇവിടെ ഉള്ളൂ. പക്ഷെ ഇതുവഴി എല്ലാവർക്കും ഇറങ്ങി വരാൻ പറ്റും. എത്ര വണ്ണമുള്ളവർക്കും മെലിഞ്ഞവർക്കും ഇറങ്ങി വരാൻ പറ്റും എന്നാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ എല്ലാരും അതുവഴി അടിപൊളിയായിട്ട് ഇറങ്ങി വന്നു. നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. നമ്മൾ വിചാരിച്ചു ഇതുവഴി ഇറങ്ങാൻ പറ്റത്തില്ല, നമ്മൾ അതിന്റെ ഇടയ്ക്ക് പെട്ടുപോയി എന്നൊക്കെയാണ് വിചാരിച്ചത്. ഭയങ്കര രസമുണ്ടായിരുന്നു. അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്പോട്ടാണ് ആമപ്പാറ. സോ നിങ്ങൾ രാമക്കൽമേടൊക്കെ വരുവാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ഈ സ്പോട്ട് മിസ് ചെയ്യാതെ ഇവിടെ എന്തായാലും വരണം ഗൈസ്. വളരെ നല്ലൊരു സ്പോട്ടായിരുന്നു. സോ വളരെ പനിപ്പെട്ട് ഇറങ്ങേണ്ടി വന്നു ഗൈസ്. പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞപ്പോ വർത്തായിരുന്നു, അടിപൊളിയായിരുന്നു, നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ഇതാണ് ആ പാറ. വെളിയിൽ നോക്കുമ്പോ ഇത്രേ ഉള്ളൂ. കണ്ടു കഴിഞ്ഞാൽ ആ സ്പോട്ട് വഴിയാണ് നമ്മൾ ഇറങ്ങി വന്നത് ഗൈസ്. ഫൈനലി ഇറങ്ങി വന്ന സ്പോട്ട് അതാണ്. സോ ഇതാണ് ഇവിടുത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ബാക്കിൽ കാണുന്ന കുഞ്ഞി പാറയാണ് ഗൈസ് നമ്മളിപ്പോ ഇറങ്ങി വന്ന പാറ. കണ്ടാ തോന്നത്തില്ല, പക്ഷെ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോ ചത്ത് ഗൈസ്. സോ ആ പാറയാണ് ഈ കുഞ്ഞി പാറ. ഫ്രണ്ടിലുള്ള വ്യൂ ഇതാണ് ഗൈസ്. ഇവിടുന്ന് നേരെ ഒരു സ്റ്റെയറും കാര്യങ്ങളും ഉണ്ട്. മേളിൽ പോകുമ്പോ ഒരു വ്യൂ ഉണ്ട്, വ്യൂ പോയിന്റ് ആണ്. സോ നമ്മൾ അവിടത്തേക്ക് പോവാണ്. സ്റ്റെയർ കയറി മേളിൽ പോണം. അവിടെ നല്ല വ്യൂ ആയിരുന്നു ഗൈസ്. ഞാൻ കാണിച്ചു തരാം അവിടുത്തെ വ്യൂ. ഇതാണ് വ്യൂ പോയിന്റ് ഗൈസ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അടിപൊളിയാണ്. കോടമഞ്ഞൊക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ കാറ്റ്, ഒരു രക്ഷയില്ലാത്ത കാറ്റായിരുന്നു. നമ്മൾ പറയുന്നൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല, ഭയങ്കര കാറ്റായിരുന്നു. അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു ഗൈസ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് ദേവികയുടെ തൊപ്പിയൊക്കെ പറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മാതിരി കാറ്റാണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. വ്യൂ പോയിന്റ് കണ്ട് തിരിച്ചിറങ്ങി. ഒരു രക്ഷയില്ല ഗൈസ്. കാണില്ല അവിടെ കാത്. ഇവിടെ ചെറിയ മഴയുണ്ട് ഗൈസ്. പക്ഷെ നല്ല രസമുണ്ട് ഗൈസ്. അടിപൊളിയായിരുന്നു വ്യൂസും. എങ്ങനെയുണ്ടായിരുന്നു വീണത്? കുത്തിടിച്ച് വീണത് അടിപൊളിയായിരുന്നല്ലേ? നമ്മളിപ്പോ തിരിച്ച് നമ്മള് ജീപ്പിന്റെ അങ്ങോട്ട് പോവാണ്. നമ്മളടുത്ത് അതിൽ വീണ്ടും ചത്തിരിക്കാൻ പോകുന്നത് ഗൈസ്. ഓഫ് റോഡ് ഒരു രക്ഷയില്ല. നിങ്ങള് രാമക്കൽമേട് വരുവാണെങ്കിൽ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യണം. ഇവിടുത്തെ സ്പോട്ട് ഇതാണ് ഗൈസ്. അതായത് ഞാൻ കാണിച്ചു തരാം. ആനപ്പാറ എക്കോ ടൂറിസം കൾച്ചറൽ സൊസൈറ്റി. അതില് നമ്മളെ രാമക്കൽമേടാണ് ഗൈസ്. വരുവാണെങ്കിൽ മസ്റ്റ് ആയിട്ടും വരണം. ഭയങ്കര ഒരു രക്ഷയില്ലാത്ത ഇതാണ് ഗൈസ്. മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യണം ഇവിടെ. നമ്മുടെ ജീപ്പ് തോടെ അങ്ങോട്ട് പോവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇവിടെ മഴയും കൂടെ ഉണ്ട്. തിരിച്ചു പോവാണ് ഗൈസ്. നമ്മളപ്പോ വേറൊരു വ്യൂ പോയിന്റ് ഉണ്ട്. നമ്മൾ ആ വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത്. ജീപ്പ് ട്രക്കിംഗ് തന്നെയാണ് പോകുന്നത്. സോ ബാക്കിലത്തെ വ്യൂ ആണിത്. ജീപ്പ് ട്രക്കിംഗ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഗൈസ്. അടിപൊളിയായിരുന്നു. നിങ്ങള് മസ്റ്റ് ആയിട്ട് ഇവിടെ വരുവാണെങ്കിൽ ജീപ്പ് ട്രക്കിംഗ് എടുത്ത് തന്നെ പോകണം. സോ ബാക്കിലത്തെ വ്യൂ കണ്ടോ നിങ്ങള്? റോഡൊക്കെ ഭയങ്കര ഓഫ് റോഡ് ആയിരുന്നു. പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു. വ്യൂ എല്ലാം കണ്ട് വരാൻ പറ്റും നിങ്ങൾക്ക്. സോ ഇപ്പൊ നമ്മൾ പോകുന്നത് വേറൊരു കുറവൻ കുറത്തി മല ആ സൈഡിലേക്കാണ്. അവിടെ ഒരു പ്രതിമയുണ്ട്. അതാണ്
അതാണ് അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഗൈസ്. പിന്നെ അവിടെ നല്ല വ്യൂ ഉണ്ട്. സോ നമ്മൾ അങ്ങോട്ട് പോവാണ് ഇപ്പോ. ഗൈസ് നമ്മളിപ്പോ നെക്സ്റ്റ് അവിടെ നിന്ന് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി. ഇവിടെയും ഇതുപോലെ റോപ്പിന്റെയും കുഴിയുടെ ഒക്കെ സംഭവങ്ങളുണ്ട് ഗൈസ്. അപ്പം അവിടെ ഇതാണ് ഇവിടുത്തെ വ്യൂ. താഴെ ഫുൾ അടിപൊളിയാണ് ഗൈസ്. അപ്പൊ അതും കൂടെ, ഇതാണ് നമ്മുടെ ജീപ്പ്. സോ അതും കൂടെ എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം ഗൈസ്. Guys, this is the view. നമ്മളിപ്പോ നിൽക്കുന്നത് തമിഴ്നാട് തേനി ജില്ലപ്പെട്ട സ്ഥലങ്ങളാണ്. ഈ നിൽക്കുന്നതല്ല, നമ്മൾ നിൽക്കുന്ന ഉൾപ്പെടെ തമിഴ്നാട് തേനി ജില്ലപ്പെട്ട ഇത് ഫോറസ്റ്റ് തമിഴ്നാട്. ഈ ഗ്രൗണ്ട് പോലെ കാണുന്നില്ലേ, ഗ്രൗണ്ട് പോലെ കാണുന്നതെല്ലാം കൃഷി ചെയ്യാൻ വേണ്ടി നല്ല ഒഴിഞ്ഞിട്ടേക്കുന്ന സ്ഥലങ്ങളാണ്. ഈ ഗ്രൗണ്ടിൽ പച്ച നിറത്തിലായി ഇങ്ങനെ ചെറുതായിട്ട് കാണുന്നതെല്ലാം കൃഷി ചെയ്തേക്കുന്ന വെണ്ടയ്ക്ക, ക്യാരറ്റ്, കത്തിരി അങ്ങനത്തെ കൃഷി ചെയ്തേക്കുന്നതാണ്. ഇനി ഇവിടെ വഴിയുണ്ട്. ഇതെല്ലാം കാണുന്നതെല്ലാം തെങ്ങും തോപ്പുകളാണ്. 60-70 അടി ഹൈറ്റുള്ള തെങ്ങുകളാണ് ഈ കാണുന്നത്. ക്രിസ്മസ് പോലെ കാണുന്നത് ഇതാ വാളമ്പുളിയില്ലേ, പുളിമരങ്ങളാണ്. ഇതെല്ലാം പുളിമരങ്ങളാണ്. പിന്നെ ഇതിന്റെ അകത്ത് മാവുണ്ട്, മരങ്ങൾ. പിന്നെ വൈറ്റ് പേപ്പർപൂനെ പോലെ കാണുന്നത് തമിഴ്നാട് ഇത് കമ്പം എന്ന് പറഞ്ഞ ടൗൺ ആണ്. ഈ അടുത്ത പ്രദേശം 2-3 നിലകളുള്ള ബിൽഡിങ്ങുകളുള്ള ഫ്ലൈറ്റ് വ്യൂ പോയിന്റ്. നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ കാണുന്ന സെയിം വ്യൂ ആണ്. പിന്നെ നമുക്കൊരു 6-3 2800 3 ടൈമിൽ 3 വ്യൂ ആണ്. രാവിലെ ഒരു 5:30-6 മണിയൊക്കെ ആകുമ്പോൾ വരുവാണ്. ഫുള്ള് കോടയായിരിക്കും. മേഘങ്ങളുടെ മണ്ടയ്ക്ക് നമ്മൾ നിൽക്കുന്ന പോലെ തോന്നും. പിന്നെ ഒരു ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്കും ഈ വ്യൂ. പിന്നെ ഒരു 6 മണിക്ക് ശേഷം വരുവാണെങ്കിൽ ടൗണുകളിൽ ഫുള്ള് വെട്ടവും പിന്നെ ലൈറ്റ് വ്യൂ പോയിന്റ് ആയിരിക്കും. ഫുള്ളായിട്ട് ലൈറ്റ് ആണ്. ഈ വൈറ്റ് കാണുന്ന എല്ലാം ടൗണുകളാണ്. ഓരോ ടൗണുകളാണ്. ആൾക്കാരെ ടൗൺ വരും, ജസ്റ്റ് വരുന്ന അനുസരിച്ച്. ഇതാണ് മേഘമല. ടൂറിസ്റ്റ് പോയിന്റ്. ഇതെല്ലാം തമിഴ്നാട് ഫോറസ്റ്റ് ആയി കാണുന്നില്ല. കഞ്ചാവ് ചെറിയ എരിവ് ഉണ്ടാവേ. പല്ലുവേദനയുടെ മരുന്നാണോ? കഴിച്ചാണ് എന്താടാ നല്ലതൊന്നും കേറില്ലല്ലോ നിന്റെ ബോഡിയില്. വീണ എപ്പുറത്ത് എരി കയറുന്നുണ്ട്. എരിയുണ്ട്. ആളുകൾ ഓടിച്ചോണ്ട് പോന്ന അത് ഈ മരം എല്ലാം എരിച്ച ആ വെള്ളം ഉണ്ടല്ലോ, അതിങ്ങനെ വെച്ചാൽ മതി. ഇത് മൊത്തം ക്ലീൻ ആവും. അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കാം. ഇപ്പൊ ഒരു ലീഫ് ഒരു ഇല കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഇലയാണ് ആടുതിണ്ടാപ്പാല. ഒരു മെഡിസിൻ ആണെന്നാണ് ഇവര് പറയുന്നത്. പല്ല് വേദനയ്ക്ക് അതുപോലെ തന്നെ ഹെയറിനൊക്കെ നല്ല സാധനമാണെന്നാണ് പറയുന്നത്. സോ അതിന്റെ മരമാണ് ആ ബാക്കിൽ കാണുന്നത്. മരം തന്നെ വെട്ടിയെടുക്കുകയാണ് ഗൈസ് ഇവിടെ. അങ്ങനെ അവിടുത്തെ വ്യൂ കണ്ട ശേഷം ഞങ്ങള് നെക്സ്റ്റ് ഒരു പോയിന്റിലേക്ക് വന്നു ഗൈസ്. ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവിടെ ഒരു പരുന്തിന്റെ ശില്പം പോലത്തെ ഒരു ഗുഹ പോലെ ഉണ്ട്. നമുക്ക് അതിന്റെ അകത്തൂടി കയറി പോകാൻ പറ്റും ഗൈസ്. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഇവിടെ വലിയവർക്ക് 25 രൂപയും ചെറിയ കുട്ടികൾക്ക് എനിക്ക് ഫ്രീ ആണ്. ബാക്കി എല്ലാവർക്കും ഓപ്ഷൻ ഉണ്ടായിരുന്നു. കുറച്ച് ഇവിടുന്ന് പാസ് എടുത്ത് നമ്മൾ മുകളിലോട്ട് കയറാൻ പോവാണ് ഗൈസ്. സോ മുകളില് ചെറിയൊരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ളു, വേറെ സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല. സോ നമ്മൾ ഇതിന്റെ അകത്ത് ഇപ്പൊ കയറാൻ പോവാണ് ഗൈസ്. Guys, this is the view. ഇതാണ് ഇവിടുത്തെ വ്യൂ ഗൈസ്. എങ്ങോട്ട് തിരിഞ്ഞാലും വ്യൂ ആണ് ഗൈസ്. വ്യൂ
ഗൈസ് ഇവിടുത്തെ വ്യൂ ഇത്രേ ഉള്ളൂ. സോ ഇനി നമ്മൾ ഇവിടെ നേരെ തിരിച്ച് താഴേക്ക് ഇറങ്ങാൻ പോവാ. തിരക്കാണ് ഗൈസ്, നല്ല തിരക്കുണ്ട്. നമ്മൾ അവിടുന്ന് തിരിച്ചിറങ്ങുവാണ് ഗൈസ്. നമ്മുടെ ബാക്കില് ഒരു പ്രതിമ കാണുന്നില്ലേ, അതാണ് ഇവിടുത്തെ കുറവൻ കുറത്തി പ്രതിമ. ഈ മലയുടെ പ്രത്യേകതയും ഇത് തന്നെയാണ്, ഈ പ്രതിമയുള്ളത് തന്നെയാണ്. സോ ഗൈസ് ബാക്കി വ്യൂസ് താഴെ പോയിട്ട് കാണിച്ചു തരാം. സോ ഇത്രയും ദൂരം നമുക്ക് പോകണം. സോ അവിടെ പോയിട്ട് കാണിച്ചു തരാം ഗൈസ് ബാക്കി. ഗൈസ് നമ്മള് ആ വ്യൂ പോയിന്റിൽ നിന്ന് ഇറങ്ങി താഴെ വന്ന് നമ്മള് കയറിപ്പോയ സെയിം സ്പോട്ടിലെത്തി ഗൈസ്. അപ്പം നമ്മള് ഓഫ് റോഡ് കയറുന്നത് ഇപ്പുറത്തെ വേറെ വഴിയാണ്, തിരിച്ച് നമ്മൾ ഈ വഴി വരും. പക്ഷെ അത് നമ്മൾ ഓഫ് റോഡ് ജീപ്പ് എടുക്കുകയാണെങ്കിൽ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. അടിപൊളിയാണ്, നല്ല രസമാണ് ഗൈസ്. ക്ലൈമറ്റും കൂടി നല്ല അടിപൊളിയാണ്. സോ ഇപ്പൊ നമ്മൾ ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇങ്ങനൊരു കാലാവസ്ഥ കണ്ടിട്ട് ചായ കുടിക്കാതെ പോകുന്ന മോശമല്ലെന്ന് വെച്ചിട്ട് ഞങ്ങൾ അവിടെ കയറി എല്ലാരും കൂടെ ചായ കുടിച്ചു. ചായയും കോഫിയൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ കുടിച്ചു. നല്ല കാലാവസ്ഥയായിരുന്നു, വേറെ തന്നെ ഒരു ഫീൽ ആയിരുന്നു ഗൈസ്. നിങ്ങളിവിടെ വരുവാണെങ്കിൽ ഇതൊക്കെ മസ്റ്റായിട്ട് എക്സ്പ്ലോർ ചെയ്യണം. ചായയൊക്കെ കുടിച്ച് രസമുണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാരും കൂടി തിരിച്ച് ഞങ്ങളുടെ റിസോർട്ടിലേക്ക് പോവാണ്. സോ എല്ലാരും വണ്ടി കയറി. സൈഡിലത്തെ വ്യൂ നോക്കുക ഗൈസ്, ഫുൾ ടീ പ്ലാന്റേഷൻസ് ആണ്. റിസോർട്ടിലോട്ട് പോകുന്ന വഴി ഫുൾ മഞ്ഞും കോടയും ഒക്കെയാണ്. നല്ല രസം ഉണ്ടായിരുന്നു. സോ ഞങ്ങള് ഈവനിങ് ആയപ്പോ റിസോർട്ട് ഇവിടുത്തെ ആംബിയൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ജസ്റ്റ് നിങ്ങൾ കണ്ടു നോക്ക്. ഗുഡ് മോർണിംഗ്.